ഹായ് ഫ്രണ്ട്സ്, വണ്ടിയുടെ എ സിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ്. അപ്പോൾ ഒന്ന് നോക്കാമെന്ന് വെച്ചു. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എ സിക്ക് അത്ര പവറില്ല. ഇപ്പോൾ കമ്പനിയിൽ നിന്ന് കാണിക്കണം. പോയിടാം. ഇപ്പോൾ വണ്ടി ഓടുമ്പോൾ ചെറിയൊരു മൂളൽ കേട്ടോ. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എ സി മാരുതിയുടെ ഷോറൂം ഇവിടെ അടുത്തുണ്ട്, അവിടെ കാണിക്കാമെന്നായിരുന്നു ഓർത്ത്. അപ്പം ഞങ്ങൾ ബാക്കി വർക്കെല്ലാം എടുക്കുന്ന ഇവിടെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു വർക്ക്ഷോപ്പുണ്ട്. അപ്പം അവിടെ നിന്ന് കൊണ്ട് കാണിച്ചു നോക്കാം. അപ്പം അതിൻ്റെ കാര്യത്തിൽ ആദ്യം ഒരു തീരുമാനമാക്കിയിട്ട് എ സിയിൽ നോക്കാം. ഇങ്ങനെ പഴയ വണ്ടികളൊക്കെ ആകുമ്പം ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ചെറിയ കംപ്ലയിൻസൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഇത് ശരിക്കും അച്ഛൻ യൂസ് ചെയ്യുന്ന വണ്ടി, അപ്പം ഞാനിടയ്ക്ക് ഇത് എടുക്കാറുള്ളൂ. നമുക്ക് ഏതായാലും ഇവിടെ അടുത്തുള്ള വർക്ക്ഷോപ്പിലൊന്ന് പോയി കാണിച്ചു നോക്കാൻ എന്നാ സംഭവം. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ഇവിടെ നിന്നാണ് നമ്മൾ ബാക്കി വർക്കുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ ആളിവിടെ ഇല്ല. പുള്ളി പുറത്ത് വേറൊരു വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. നമ്മുടെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ബാക്കി അത്യാവശ്യം വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവിടെ കമ്പനിയുടെ അടുത്ത് തന്നെ ഉണ്ടാകുന്നുണ്ട്. എളുപ്പമാണ്, നല്ല വർക്കുമാണ്. ഇപ്പം എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് വലിയ പ്രശ്നമുള്ള കേസല്ല. പക്ഷേ ഇപ്പം മഴയൊക്കെ വന്നിട്ട് ഈ ബ്രേക്കിൻ്റെ ഒക്കെ ഇടയ്ക്ക് വെള്ളമൊക്കെ കയറിയിരിക്കില്ല. ഇപ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് വലിക്കുമ്പം അതിൻ്റെ സംഭവം ജാമാണ്. അപ്പോൾ നമ്മളത് ഒന്ന് വലിച്ചു വെക്കാണ്ട് നോക്കാൻ പറയും. അപ്പം മനസ്സിലാവും എന്താ സംഭവം. അപ്പോൾ അതങ്ങനെ സോൾവ് ആയി. ഇത് പിന്നെ ഇതാണ് അരങ്ങത്തമ്പലം, ശിവൻ്റെ ക്ഷേത്രമാണ്. ഇവിടെ വർഷത്തിൽ ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ വലിയ ഉത്സവങ്ങളൊക്കെ നടക്കുന്നതാണ്. ഇവിടുത്തെ വലിയൊരു ആഘോഷമാണ്. ഈ അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് മാരുതിയുടെ സർവീസ് സെൻ്റർ ഇവിടെ വന്നത്. ഇതിപ്പോൾ വന്നിട്ട് അധികം നാളായിട്ട്, ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, കറക്റ്ററിയില്ല. അപ്പോൾ ഇവിടെ വണ്ടി കയറ്റി. എന്നിട്ട് ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ എ സിയുടെ പൈപ്പ് ലീക്കുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് കാണിക്കുവാണെങ്കിൽ അവർ ചിലപ്പോൾ പൈപ്പിൻ്റെ ലീക്കൊക്കെ അടിച്ചു തരുന്നു പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നമ്മൾ വണ്ടി എടുത്ത് അടുത്ത സ്ഥലത്തെത്തി. അപ്പോൾ ഇവരിവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുകയെന്നറിയത്തില്ല. അവിടെ പറഞ്ഞ പോലെ തന്നെയാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും നോക്കാം. ഇവരിവിടെ ചെക്കൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അവിടെ ചെക്കിംഗ് ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പം ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കംപ്രസർ പോയിന്ന്. രണ്ടിടത്തും പറഞ്ഞത് വേറെ. സർവീസ് സെൻ്ററിൽ പറഞ്ഞ് പൈപ്പ് പോയിന്ന്. അപ്പം എന്തായാലും കംപ്രസർ പോയതാണെങ്കിൽ ഒരു 10-12,000 രൂപ നമ്മുടെ പോയി കിട്ടി. 15 രൂപ അടുത്ത് വരും ഫുള്ള് എല്ലാം ചെയ്ത് വരുമ്പോൾ. എന്താ ചെയ്യേണ്ടതെന്ന് റെഡി കിട്ടും നിൽക്കാം. പിന്നെ ഒന്നാമത് പാർട്സും കിട്ടാനുണ്ടെന്നാണ് പറഞ്ഞത്. അയാളെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇതിൻ്റെ പാർട്സൊന്നും ഇപ്പോൾ വരുന്നില്ല. ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് വല്ലതും വരുത്തേണ്ട വരും, അല്ലെങ്കിൽ പിന്നെ സെക്കൻഡ് വല്ലതും നോക്കേണ്ടി വരും. എന്തായാലും നമ്മൾ പോയതുപോലെ തന്നെ തിരിച്ചെത്തി. ഞാനിവിടെ ബാക്കിലൊരു ചെറിയ സൗണ്ട് കേൾക്കുന്നു പറഞ്ഞിട്ട് ആദ്യം ഒരു വർഷമൊക്കെ പോയായിരുന്നു. അപ്പം അവിടെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് വേറൊരാളെ വിളിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ എ സിയുടെ വർക്ക് ചെയ്യുന്ന ആളില്ല, ഇടയ്ക്ക് വരുള്ളൂ. അപ്പം പുള്ളി വന്നു കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എന്നിട്ട് എന്താണെന്ന് തീരുമാനിക്കാമെന്ന് വെച്ചു. അപ്പം ശരി, ബൈ.